ശാലം ടി വിയുടെ എല്ലാ പ്രേക്ഷകർക്കും ദൈവനാമത്തിൽ സ്നേഹവന്ദനം. യൂത്ത് ഗൈഡിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. യൂത്ത് ഗൈഡ് പല ജീവിതങ്ങൾക്കും നല്ലൊരു മാർഗനിർദ്ദേശിയാകുന്നു എന്നറിയുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. നമുക്ക് ലഭിച്ചിരിക്കുന്ന കത്തുകൾക്ക് മറുപടി നൽകുന്നത് പ്രശസ്ത ഫാമിലി കൗൺസിലറായ ശ്രീമതി ഗ്രേസ് ലാലാണ്. മാഡം സ്വാഗതം. യുവജനങ്ങളുടെ പ്രതിനിധിയായി നമ്മോടൊപ്പം IT മാനേജർ മിസ്റ്റർ നവീൻ കൂടെയുണ്ട്. നവീൻ സ്വാഗതം. മാഡം, കത്തുകൾ ഇഷ്ടം പോലെ ഉണ്ട്, അതുകൊണ്ട് നമ്മൾ നേരിട്ട് കത്തുകളിലേക്ക് കടക്കുകയാണ്. ഇത് 23 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ കത്താണ്. എനിക്ക് ധാരാളം കല്യാണാലോചനകൾ വരുന്നുണ്ട്. പക്ഷേ എനിക്ക് ആണുങ്ങളെ ഭയമാണ്. ആണുങ്ങളെല്ലാം ചീത്തയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ കുടുംബത്തിൽ നിന്ന് പോലും എനിക്ക് മോശമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കല്യാണം വേണ്ട എന്ന എൻ്റെ ഒരു തീരുമാനത്തോട് വീട്ടുകാർ യോജിക്കുന്നില്ല. ഞാൻ എന്ത് ചെയ്യണം? ചെറുപ്പം മുതലേ ആ കുട്ടിയുടെ വളർച്ചയിലുണ്ടായ ചില പ്രശ്നങ്ങൾ പുരുഷനെ വെറുക്കാൻ അവൾ കാരണമായി തീർന്നിരിക്കുന്നു. അത് നമ്മുടെ വളർച്ചയിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. നമ്മൾ ആണും പെണ്ണുമായിട്ട് മാറുന്ന കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന പ്രശ്നമാണ്. ഒരു പെണ്ണ് പെണ്ണാണെന്നും ആണാണെന്നും തിരിച്ചറിയുന്ന ഒരു സമയമുണ്ട്. അവരുടെ ആ ടീനേജിൽ ഹോർമോണുകളൊക്കെ വന്ന് അവർ പെണ്ണായിട്ടൊക്കെ മാറുന്ന സമയം. അപ്പോൾ ആ സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഒരു പെൺകുട്ടിക്ക് വേണ്ട എല്ലാ പ്രത്യേകതകളും അവളിൽ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ആൺകുട്ടികളെ ബഹുമാനിക്കാൻ, അവരെ ഒരു ജെൻഡർ ഡിഫറൻസ് അവരിൽ വരുന്ന ഒരു സമയം, ബഹുമാനിക്കാനും സ്നേഹിക്കാനും ആദരിക്കാനും ഒക്കെ പഠിക്കേണ്ട ഒരു സമയം ഉണ്ടായിരുന്നു. അപ്പോൾ ചെറുപ്പത്തിൽ ആ സമയം എനിക്ക് തോന്നുന്നു ഇവളുടെ വളർച്ചയിൽ ഇവക്ക് മോശമായ തിക്തമായ അനുഭവങ്ങളിൽ പല ആണുങ്ങളിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. ഇതൊരു സാധാരണ സംഭവമല്ല. ഇന്നിത് ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരിയേറെ കുട്ടികൾ ഇങ്ങനെ വിഷമിക്കുന്നുണ്ട്. അപ്പനിൽ നിന്നും, ആങ്ങളമാരിൽ നിന്നും, കസിൻസിൽ നിന്നും, അല്ലെങ്കിൽ പിന്നെ ട്യൂഷൻ സാറന്മാരിൽ നിന്നും ഒക്കെ മോശമായ അനുഭവങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്ന ധാരാളം പെൺകുട്ടികളുണ്ട്. അപ്പോൾ ഈ പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ആണ് ചീത്തയാണെന്നും ആണ് പെണ്ണിനെ ഇങ്ങനെ മാത്രമേ കാണുന്നുള്ളൂ എന്നൊരു തെറ്റായ ധാരണയുണ്ടാവാൻ കാരണമാകുന്നു. പക്ഷെ ആ കുട്ടിയോട് നമുക്ക് ആ കുട്ടിക്ക് ഒരു ഉപദേശം കൊടുക്കണമല്ലോ. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെയല്ല. കുറച്ചൊരു പെർസെൻറ്റേജ് ആണുങ്ങളുണ്ട്. അത് മനുഷ്യൻ്റെ എന്താ പറയുക, ലൈംഗികപരമായ ആസക്തികളിൽ വരുന്ന വ്യത്യാസമാണ്. അപ്പോൾ ചില ആണുങ്ങളിൽ ലൈംഗിക ആസക്തികൾ കൂടുതലാണ്. അവരുടെ ഹോർമോണിൻ്റെ ഒക്കെ പ്രത്യേകം ഓപ്പോസിറ്റ് സെക്സിനോടുള്ള അട്രാക്ഷൻ, അതിപ്പോൾ അമ്മയും പെങ്ങളെയും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലേക്ക് വന്നിരിക്കുന്നു. അപ്പോൾ അത് അവരുടെ ലൈംഗികതയുടെ കുഴപ്പമാണ്. അപ്പോൾ അങ്ങനെയാണ് എല്ലാ ആണുങ്ങളെന്നും കരുതി വെക്കേണ്ട. എല്ലാ ആണുങ്ങളും അങ്ങനെയല്ല. ആണുങ്ങളിൽ 70% 80% നല്ലവരാണ്. അവർ സ്ത്രീയെ ബഹുമാനിക്കുന്നവരും സ്ത്രീത്വത്തെ മാനിക്കുന്നവരും ഒക്കെയാണ്. നല്ല അപ്പന്മാരും നല്ല ആങ്ങളമാരും നല്ല സഹോദരന്മാരും ഒക്കെ ധാരാളമുള്ള ലോകമാണിത്. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് ആ കുട്ടി മനസ്സിലാക്കേണ്ടത് വിവാഹ ജീവിതത്തിൽ അവൾക്കൊരു കുഴപ്പം വരത്തില്ല. പക്ഷെ അവളുടെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന കുറച്ച് രഹസ്യങ്ങളുണ്ട്. ആ രഹസ്യങ്ങൾ ഒന്നുകിൽ നല്ലൊരു കുമ്പസാരത്തിലൂടെ, നല്ലൊരു കൗൺസിലിങ്ങിലൂടെ അവൾ ആരോടെങ്കിലും തുറന്നു പറയണം. എവിടെയാണ് അവൾക്ക് തെറ്റുപറ്റിയത്, അല്ലെങ്കിൽ അവളെ ആരാണ് ദുരുപയോഗിച്ചത്, അവളുടെ മനസ്സിൽ കിടക്കുന്ന ആ ഒരു വെറുപ്പും വിദ്വേഷവും അവളൊന്ന് നല്ല കുമ്പസാരം, നല്ലൊരു ധ്യാനഗുരുവിനെ അല്ല നല്ലൊരു അച്ഛനെ കണ്ട് കുമ്പസാരിച്ച് മനസ്സിൻ്റെ കുറ്റബോധവും പാപബോധവും പറഞ്ഞു തീർത്ത് മനസ്സൊന്ന് കഴുകി വെടിപ്പാക്കി കഴിയുമ്പോൾ അവൾ വിശുദ്ധ ആയിട്ട് മാറും. പിന്നെ അവളെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അവൾക്ക് നല്ല കുടുംബജീവിതം സാധ്യമാണ്. അത് ആൺകുട്ടികളിലും പെൺകുട്ടികളിലും ഒക്കെ ഇങ്ങനെയുള്ളത്. ഇപ്പോൾ പെൺകുട്ടിയുടെ മാത്രമെന്ന് പറയാൻ പറ്റുന്നില്ല. പൊതുവേ നമ്മളിന്ന് കാണുന്ന ഒരു വലിയ പ്രതിഭാസം. കാരണം ഇന്നത്തെ ഈ മീഡിയാസ്, പിള്ളേരെന്തൊക്കെയാണ് കാണുക, ആണുങ്ങൾ എന്തൊക്കെയാണ് കാണുക, ഫേസ്ബുക്കിലൂടെയും അവർ കാണുന്ന വൃത്തികെട്ട കാര്യങ്ങൾ ധാരാളമുണ്ട്. അപ്പോൾ ഈ ലൈംഗികപരമായ ആസക്തികൾ കുട്ടികളിൽ ഉണ്ട്, ജന്മന ഉണ്ട്. അപ്പോൾ അതിനെ ഈ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഒത്തിരിയേറെ കാര്യങ്ങൾ ഇവൾ പടം കാണുന്നു, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുന്നു. അത് കേൾക്കുമ്പോൾ ഇവരിൽ ഇത് ആഗ്രഹം ഉണ്ടാകും. ഉണ്ടായിക്കഴിയുമ്പോൾ അത് പെങ്ങളാണോ അമ്മയാണോ മകളാണോ എന്ന് നോക്കുന്നില്ല. എവിടെ സാധിക്കാൻ പറ്റുമോ അവിടെ ഇത് സാധിക്കുക എന്നുള്ളതേ ഉള്ളൂ. പിന്നെ അത് പുരുഷൻ്റെ ലൈംഗികതയുടെ ഒരു പ്രത്യേകത. അപ്പോൾ എവിടെയാണ് സാധിക്കുക, സാധിച്ചു കഴിഞ്ഞാൽ അവനും കുറ്റബോധം തോന്നുന്നുണ്ടാവും. തോന്നിക്കഴിയുമ്പോഴത്തേക്ക് സമയം പോകും. മിസ്റ്റർ നവീൻ എന്തെങ്കിലും ഇങ്ങനെ മിനിസ്ട്രിയിൽ പ്രവർത്തിച്ച അനുഭവങ്ങളിൽ നിന്ന് എന്തെങ്കിലും ഇതുപോലുള്ള സമാന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്? ഇതേ കാരണം കൊണ്ടാണോ എന്ന് അറിയില്ല. ഒരു പെൺകുട്ടി വിവാഹം വേണ്ടെന്ന് പറഞ്ഞിരുന്ന ഒരു പെൺകുട്ടി
ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും പങ്കുവയ്ക്കാൻ പറ്റത്തില്ലോ എല്ലാവരോടും. പക്ഷേ തീർച്ചയായിട്ടും എനിക്ക് വിവാഹം വേണ്ട, വിവാഹ ജീവിതം ശരിയാവില്ല, അത് എൻ്റെ കുടുംബത്തിൽ ഞാൻ അങ്ങനെ നല്ല രീതിയിൽ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിരുന്ന ഒരു വ്യക്തിയുടെ അനുഭവം ഞാനിപ്പോൾ ഓർക്കുകയായിരുന്നു. ആളുടെ ഒരു ചിന്തയിൽ ചെറിയ മാറ്റങ്ങളുണ്ടായി. എൻ്റെ മാതാപിതാക്കൾ അതുപോലെ പ്രാർത്ഥിക്കുമായിരുന്നു. വളരെ അടുപ്പമുള്ള കുറച്ച് ആളുകൾ ആ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്ന കുട്ടിയുടെ ചിന്ത പതുക്കെ മാറി വന്നു. ഒരു പൂർണ്ണ മനസ്സോടെ അല്ലെങ്കിലും ആ കുട്ടി കുറച്ചൊക്കെ കൺവിൻസ്ഡ് ആയി വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാമെന്നുള്ളത്. കുറച്ച് പ്രാർത്ഥനയിലേക്ക് കൊച്ചു വന്നു കുട്ടി. എന്നിട്ട് വിവാഹ ജീവിതം സമ്മതിച്ചു. അത് കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പം ഏകദേശം 1 വർഷത്തോളമായിട്ട് ഇപ്പോൾ എനിക്കറിയാം അവർ വളരെയധികം സന്തോഷത്തോടെ ജീവിക്കുന്നു. അപ്പോൾ എനിക്കതിൽ നിന്ന് തോന്നിയ ഒരു ചിന്ത, മാം പറഞ്ഞ പോലെ നല്ലൊരു കൺഫെഷനിലൂടെ കൗൺസിലിങ്ങിലൂടെയൊക്കെ ആ കുട്ടിക്ക് ക്ഷമിക്കാൻ പറ്റും, ഒരു ഇന്നർ ഹീലിംഗ് കിട്ടണം. ഒരു ഇന്നർ ഹീലിംഗ് കിട്ടിക്കഴിഞ്ഞാൽ മേ ബി ആ കുട്ടിക്ക് പോലും അറിയാൻ മേലാത്ത പ്രശ്നങ്ങൾ ഉള്ളിൽ കാണുന്നില്ല. ഇപ്പോൾ ഈ പറഞ്ഞ ബാഡ് എക്സ്പീരിയൻസസിനകത്ത് ഓർമ്മ പോലും ഇല്ലാത്ത സംഭവങ്ങൾ കാണും. അവിടെയൊക്കെ ഒരു ഹീലിംഗ് കിട്ടാൻ വേണ്ടിയിട്ടൊന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുകയും ധ്യാനം കൂടുകയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് ആഡ് ചെയ്തൊരു സജഷൻ പറയാൻ തോന്നിയത്, കുട്ടി അതിൻ്റെ ജീവിതാന്തസ് എന്താണെന്നുള്ളത് ഒന്ന് പ്രാർത്ഥിക്കാനായിട്ട് ഒന്ന് പരിശ്രമിക്കേണ്ടത് കൂടെയാണ്. ദൈവമേ, ഞാൻ എന്താ ചെയ്യേണ്ടത്? വിവാഹ ജീവിതത്തിലേക്കാണോ നീ എന്നെ വിളിച്ചിരിക്കുന്നത്? ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു പ്രാർത്ഥന, വളരെ സീരിയസ് ആയിട്ട് അത് അനുദിനം പ്രാർത്ഥിക്കുകയും തീവ്രമായിട്ടൊന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ വിവാഹ ജീവിതമാണെന്നുള്ള രീതിയിലുള്ള ഒരു കൺഫർമേഷൻ കുറേശ്ശെ സ്വാഭാവികമായിട്ട് ദൈവം അതിനെ കൊടുത്തു. അതാണെങ്കിൽ അങ്ങനെ കിട്ടിത്തുടങ്ങും. അങ്ങനെയാണെങ്കിൽ ജീവിത പങ്കാളിയാകാൻ പോകുന്ന വ്യക്തിക്ക് വേണ്ടിയിട്ടും കൂടെ ഒന്ന് അധിഷ്ഠമായിട്ട് അനുദിനം പ്രാർത്ഥിക്കാൻ തുടങ്ങി കഴിയുമ്പോഴത്തേക്കും കുറച്ചുകൂടെ അക്സെപ്റ്റൻസിന് ഉള്ള ഒരു ഗ്രേസ് വന്ന് നിറയും കുട്ടി. അത് ഈ അറിവില്ലാത്ത പ്രായത്തിൽ പോലും, ഉദാഹരണത്തിന് എനിക്കറിയാം ഒരു കുട്ടി 4 വയസ്സുള്ളപ്പോൾ വേലക്കാരത്തി അബ്യൂസ് ചെയ്തതായിട്ട്, വേലക്കാരത്തി 4 വയസ്സുള്ള ഒരു ആൺകുട്ടിയെ അബ്യൂസ് ചെയ്തതായിട്ട് അറിയാം. അതും പിന്നീട് സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും ഇത് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു മുറിവായിട്ട് കിടന്നിട്ട് പിന്നീട് അത് ഓർമ്മ വെച്ച പ്രായം മുതലാണെങ്കിൽ അത് കുട്ടിയിൽ കിടക്കും. ഇപ്പോൾ ഒരു 4 വയസ്സ് വരെ നമുക്ക് പഴയ കാര്യങ്ങൾ ഓർമ്മിച്ചെടുക്കാൻ പറ്റത്തില്ല. മനുഷ്യൻ്റെ മനസ്സിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതായത് നമ്മൾ അമ്മയുടെ വയറ്റിൽ കിടക്കുമ്പോൾ ഇങ്ങനെ കേൾക്കുന്ന ഒരു സ്വരം പോലും നമ്മുടെ ബ്രെയിനിൽ പതിയുന്നുണ്ട്. പക്ഷെ 4 വയസ്സ് വരെ നമ്മൾ കേട്ടതോ കണ്ടതോ നമുക്ക് പുറത്ത് പിന്നീട് റിപ്പീറ്റ് എടുക്കാൻ പറ്റത്തില്ല. 4 വയസ്സ് കഴിഞ്ഞുള്ളത് മാത്രമേ, നമ്മൾ കൊച്ചിലെ കളിച്ചുകൊണ്ടിരുന്ന ഒരു കളിപ്പാട്ടം 4 വയസ്സിലൊക്കെ കളിച്ചത് നമുക്ക് ഓർക്കാം. പക്ഷേ കമന്ന് വീണതോ പിടിച്ചോണ്ട് നടന്നോ ഒന്നും നമുക്ക് ഓർമ്മിച്ചെടുക്കാൻ പറ്റത്തില്ല. ഈ 4 വയസ്സിന് ശേഷം വരുന്ന ഇത്തരം അനുഭവങ്ങൾ കുട്ടികളുടെ മനസ്സിൽ കിടക്കും. പിന്നെ അവർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും കേൾക്കുമ്പോഴാണ് ഇവർ കണക്ട് ചെയ്യുന്നത്. എനിക്കിങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടല്ലോ, അപ്പം ഞാൻ ചീത്തയായി പോയി, ഇനി എനിക്കൊന്നും പറ്റത്തില്ല. അങ്ങനെ ധാരാളം കുട്ടികൾ വരാറുണ്ട്. കാരണം കൊച്ചു ക്ലാസ്സിൽ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി, UKG പഠിക്കുന്ന കുട്ടിയൊക്കെ ദുരുപയോഗിച്ചിട്ട് വലുതായി കഴിയുമ്പോൾ ഡിഗ്രിക്കൊക്കെ പഠിക്കുമ്പോഴാണ് ഇവർക്ക് ഇത് തിരിച്ചറിയാൻ പറ്റുന്നത്. അപ്പോൾ തിരിച്ചറിയാൻ പറ്റിയിട്ട് എൻ്റെ അടുത്ത് പെൺകുട്ടികൾ വന്നിട്ടുണ്ട്, ഇനി എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റുമോ, ഞാൻ അശുദ്ധയായി പോയില്ലേ, എൻ്റെ ചാരിത്രം നഷ്ടപ്പെട്ട് കാണുമോ, ഞാൻ എങ്ങനെ നഷ്ടപ്പെട്ടില്ല എന്ന് അറിയുന്നത്, നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഇങ്ങനെ മനസ്സിൽ വെച്ച് പിള്ളേർ നടക്കാറുണ്ട്. കാരണം അവർക്ക് അറിയത്തില്ലല്ലോ, ഇതിനെക്കുറിച്ചുള്ള ഒരു വ്യക്തമായ ധാരണയൊന്നും പിള്ളേർക്കില്ല, ആരും പറയുന്നില്ലല്ലോ. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള അനുഭവങ്ങളുള്ള പെൺകുട്ടികൾ ധാരാളം ഉണ്ട്. പക്ഷേ ഈ ചെറുപ്പം മുതലെന്ന് പറയുമ്പോൾ ഈ ഒരു കുഞ്ഞു കുട്ടികളെ പോലും ദുരുപയോഗിക്കുന്നുണ്ട് ഇവിടെ. ഞാൻ ചോദിക്കുന്നത്, അങ്ങനെ അവർക്ക് അറിവാകുന്നതിന് മുമ്പ് തന്നെ സംഭവിക്കുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നീട് അവർക്ക് അവരുടെ മനസ്സിനുള്ളിൽ 4 വയസ്സിന് മുന്നേ ഉള്ളത് അധികം അവർ ഓർമ്മിച്ചെടുക്കത്തില്ല. പക്ഷേ പേരൻസ് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. പണ്ടത്തതുപോലെയല്ല, വല്യമ്മയോ വല്യപ്പനെയോ ഒക്കെ കുട്ടികളെ ഏൽപ്പിച്ച് പോയിരുന്ന ഒരു കാലഘട്ടം പോലെയല്ല ജോലിക്കാരെയൊക്കെ ഏൽപ്പിച്ച് പോകുമ്പോൾ. ഇപ്പം ആൺകുട്ടികളെ മിസ്യൂസ് ചെയ്യുന്ന കൊച്ചു കുട്ടികളെ പോലും. അതായത് മനുഷ്യൻ്റെ ലൈംഗികതയുടെ ഒരു പ്രത്യേകത എന്നാണെന്നറിയാമോ? 2 വയസ്സുള്ള ഒരു കുട്ടിയിൽ പോലും സ്റ്റിമുലേറ്റ് ചെയ്ത ലൈംഗിക വികാരങ്ങളുണ്ടാവും. അതാണ് ലൈംഗികതയുടെ പ്രത്യേകത. അല്ലാതെ ഇത് 16 വയസ്സിലോ 18 വയസ്സിലോ മാത്രം ഉണ്ടാകുന്ന ഒന്നല്ല. 2 വയസ്സുള്ള കുട്ടിക്ക് പോലും ആ ഫീലിംഗ് ഉണ്ടാവും. ഒരാൾ മിസ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ കുട്ടി അത് ആവശ്യപ്പെടും. പിന്നെ കുട്ടിക്ക് അറിയില്ല, തെറ്റ് ശരി അറിയില്ല. അപ്പൊ പിന്നെ അത് എന്തോ അവളുടെ ആ സന്തോഷം ഉണ്ടാവും. അത് ആണിനും പെണ്ണിനും ഉണ്ടാവും. അതുകൊണ്ടാണ് കൊച്ചുകുട്ടികളുടെ ലൈംഗിക അവയവങ്ങളിൽ തൊട്ട് ഇക്കിളിപ്പെടുത്തരുത്, പിന്നെ അങ്ങനെയുള്ള വിഷയങ്ങൾ അവരോട് സംസാരിക്കരുതെന്നൊക്കെ പറയും. സൈക്കോളജിക്കലി പിള്ളേർക്ക് അതൊരു ദോഷം ഉണ്ടാവും. അത് പിള്ളേരുടെ ബ്രെയിനിൽ ഇങ്ങനെ കിടക്കാം. പക്ഷേ ഈ 4 വയസ്സിന് ശേഷമുള്ളത് അവർ ഓർമ്മിച്ചെടുക്കത്തുള്ളൂ. ഇന്ന് നമ്മുടെ വീടുകളിൽ ഗ്രാൻഡ് പാരൻസ് പോലും മിസ്യൂസ് ചെയ്യുന്ന കേസുകൾ വരുന്നുണ്ട്. വല്യപ്പൻ മകളുടെ കുട്ടിയെ മിസ്യൂസ് ചെയ്ത കേസ് എനിക്ക് വന്നിട്ടുണ്ട്. സ്ത്രീകളും ആണുങ്ങളെ മാത്രം നമ്മൾ പറയണ്ട. ഇപ്പം ഇതിനകത്ത് ആണുങ്ങളുടെ കാര്യമാണ് കൊച്ചു പറഞ്ഞിരിക്കുന്നത്, ആണുങ്ങളെല്ലാം ചീത്തയാണ്. ഇതൊക്കെ ഈ കുട്ടികളുടെ ജീവിതം പോകുമെന്നുള്ളത് ഇവരാരും മനസ്സിലാക്കുന്നില്ല. ലോങ് റണ്ണിൽ വരുമ്പോഴത്തേക്ക് കുറേ നാൾ കഴിയുമ്പോഴത്തേക്ക് ഈ കുട്ടിക്കൊന്നും ഒരു നല്ല ദാമ്പത്യ ജീവിതം പറ്റത്തില്ല. കുറ്റബോധവും പാപബോധവും അവരെ ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കും.
ഇതിപ്പോൾ ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയൊരു ശാപമാണെന്ന് എനിക്ക് തോന്നുന്നത്. ലൈംഗികപരമായ ഇത്തരം വഴിവിട്ട പോക്കുകൾ മനുഷ്യൻ. അത് സ്വന്തം മകളെ പോലും തിരിച്ചറിയാൻ പറ്റുന്നില്ല, സ്വന്തം മകളോട് പോലും ആസക്തി തോന്നുക എന്ന് പറയുമ്പോൾ മൃഗങ്ങൾക്ക് പോലും തോന്നാത്തതാണ്. ഒരു മൃഗത്തിന് പോലും അതിൻ്റെ ഇതിനോട് തോന്നുന്നില്ല, അതിൻ്റെ കുഞ്ഞിനോട് തോന്നുന്നില്ല. പക്ഷെ മനുഷ്യനാണ് ഏറ്റവും ഇത്രയും ബുദ്ധിയുള്ള ഇത്രയും വിവേകമുള്ള മനുഷ്യൻ ഏറ്റവും മോശമായിട്ട് പെരുമാറുന്നു. അതിന് ധാരാളം ഉദാഹരണങ്ങളുണ്ട്. പക്ഷെ അപ്പോൾ ഈ കുട്ടി അതിന് ആണുങ്ങളെല്ലാം അങ്ങനെയല്ല. ഇങ്ങനെയുള്ള അപകടങ്ങളിൽ പെടുന്ന ഈ കുട്ടികളെ എങ്ങനെ നമുക്ക് ബോധവൽക്കരിക്കാം, അല്ലെ എന്താണ് അതിനൊരു പരിഹാരമായിട്ട് നിർദ്ദേശിക്കാനുള്ളത്? കുട്ടികൾ ആരോടെങ്കിലും തുറന്ന് പറയുകയാണെങ്കിൽ നമുക്കതറിയാൻ പറ്റുന്നു. അപ്പം ഇപ്പോൾ ഈ അവസരത്തിൽ എനിക്ക് കുട്ടികളോട് പറയാനുള്ള ഒരു കാര്യം, ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ അവോയ്ഡ് ചെയ്യുക. അതായത് ഇപ്പോൾ വീട്ടിൽ അമ്മയില്ലാത്ത സമയത്ത് അപ്പൻ മോശമാണെന്ന് അറിയാമെങ്കിൽ, അപ്പനിൽ നിന്ന് മോശമായ അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ സാഹചര്യങ്ങൾ അവോയ്ഡ് ചെയ്യുക. അമ്മയോടെ കൂടെ പോവുക, അല്ലെങ്കിൽ അമ്മ പോകണ്ട എന്ന് പറയുക, അല്ലെങ്കിൽ അമ്മയോട് തുറന്ന് പറയുക, അല്ലെ വേറെ ഏതെങ്കിലും സുരക്ഷിതമായ സ്ഥാനങ്ങളിൽ പോയി കുട്ടികൾ ഇരിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി എവിടെ നിന്നെങ്കിലും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പ്രായമായ ആരോടെങ്കിലും കുട്ടി തുറന്ന് പറയണം. നല്ലൊരു അധ്യാപികയെ കണ്ടെത്താം, നല്ലൊരു കുമ്പസാരത്തിൽ ഒരു അച്ഛനോട് പറയാം, അല്ലെങ്കിൽ ഒരു നല്ല കോൺവെൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നല്ലൊരു സിസ്റ്ററിനോട് പറയാം. കുട്ടിക്ക് വിശ്വാസമുള്ള ആരുടെയെങ്കിലും എടുത്ത് ഇത് തുറന്ന് പറയുക. അപ്പോൾ ആ തുറന്ന് പറഞ്ഞു കഴിയുമ്പോൾ തന്നെ അവർക്കൊരു ഹീലിംഗ് വരും. നമ്മുടെ ആ പ്രശ്നം ഒന്ന് പകുതി സോൾവ് ആകും. പിന്നെ അതിനുള്ള പരിഹാരം എന്ന് പറയുന്നത് ഇപ്പം ഇതിൻ്റെ അകത്തൊരു പ്രതിയുണ്ട്, അപ്പനോ ആങ്ങളെയോ ആരും ആവട്ടെ, ആ പ്രതിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, അയാൾ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ, അയാൾ എന്തുകൊണ്ട് ആ തെറ്റ് ചെയ്യുന്നു അത് കണ്ടുപിടിക്കാൻ. അപ്പോൾ അമ്മയുടെ സഹായം തേടണം. ഒരുപക്ഷെ അപ്പനും അമ്മയും തമ്മിലുള്ള ബന്ധത്തിൽ എന്തെങ്കിലും വിള്ളലുകൾ കാണും, അവർ തമ്മിലുള്ള ശാരീരിക ബന്ധം ശരിയായിരിക്കില്ല. അതുകൊണ്ടാണ് വേറൊരാളുടെ അടുത്ത് പോകാനായിട്ടുള്ള ഒരു ഇത് വരുന്നത്. പിന്നെ ചില പുരുഷന്മാർക്ക് അങ്ങനെയല്ല, ചിലപ്പോൾ ചില പ്രത്യേക മാനസിക വൈകല്യങ്ങളുള്ളവർക്കാണെങ്കിൽ അമ്മയോ പെങ്ങളോ ഒന്നുമില്ല, യാത്രക്കിടയിലോ എവിടെ കാണുന്നവരും അവർക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. അതാണ് കുട്ടികൾക്ക് എനിക്ക് പറയാനുള്ള, കുട്ടികളോട് കൊടുക്കാനുള്ള ഉപദേശം. ശരീരവും മനസ്സും വിശുദ്ധമായി സൂക്ഷിക്കേണ്ടത് അവനവൻ്റെ കടമയാണ്. നമ്മളാരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നോ എന്ന് പറയേണ്ടത് നോ എന്ന് ശക്തമായിട്ട് പ്രതികരിക്കാനായിട്ട് പെൺകുട്ടികൾ പഠിക്കണം, ആൺകുട്ടികളും. ഇപ്പോൾ ഇത് പെൺകുട്ടിയുടെ കേസാണെങ്കിലും ഞാൻ പറഞ്ഞോട്ടെ, ധാരാളം സെക്സ് ആക്റ്റുകൾ ആൺകുട്ടികളെയും മിസ്യൂസ് ചെയ്യുന്നുണ്ട് ഇവിടെ. ബസ് യാത്രക്കിടയിൽ കണ്ടവർ പോലും കൊച്ചാൺകുട്ടികളെ 6-7 ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികളെ കൊണ്ടുപോയി ഹോമോസെക്ഷലി മിസ്യൂസ് ചെയ്യുന്ന ധാരാളം കേസുകൾ എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് വന്നിട്ടുണ്ട്. പക്ഷെ വരുന്ന ആ സമയത്തല്ല, പിന്നീട് ഒരിക്കലായിരിക്കും ഈ പിള്ളേർക്ക് പ്രശ്നമായിട്ട് വരുന്നത്. അപ്പോൾ പ്രായമായ ആൺകുട്ടികളെ മിസ്യൂസ് ചെയ്യുന്ന സ്ത്രീകൾ, അങ്ങനത്തെ കേസുകളും ഉണ്ട് എനിക്ക്. ഇപ്പോൾ വിവാഹമൊരുക്ക ധ്യാനത്തിന് വന്നൊരു ചെറുപ്പക്കാരന് എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് വന്നു, അതിലൊക്കെ ഒരു സ്ത്രീ ഇവനെ മിസ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുക, ഇവന് കല്യാണം കഴിക്കാൻ പറ്റുന്നില്ല. അപ്പം അങ്ങനെയുള്ള ധാരാളം മാനസിക വൈകല്യങ്ങളുള്ളവർ, രോഗികളുണ്ട്. അവരിൽ നിന്ന് ഒഴിഞ്ഞു മാറണം, സാഹചര്യങ്ങൾ അവോയ്ഡ് ചെയ്യണം. പിന്നെ ഈ പെൺകുട്ടികൾ പ്രതികരിക്കുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു സംഭവം. ഈ അടുത്ത ദിവസം സ്കൂളിലെ ഒരു പെൺകുട്ടി ബസ്സിൽ യാത്ര ചെയ്തപ്പോൾ മോശമായിട്ട് ഒരാൾ പെരുമാറി. ആ കുട്ടി വല്ലാതെ പേടിച്ച് അവളുടെ ജീവിതത്തിൽ ആദ്യമായിട്ടുണ്ടാകുന്ന ഓടി കതച്ച് സ്കൂളിൽ എത്തിയിട്ട് ഓടി വന്ന് കാര്യം പറയുന്നത് എന്നോടാണ്. അപ്പോൾ അതാ പെട്ടെന്ന് പറയാം. പക്ഷേ അന്നേരം അവൾ ഒട്ടും പ്രതികരിച്ചില്ല. ബസ്സിൽ വെച്ച് ഇന്ന് നമുക്കറിയാം, ഇന്നത്തെ സമൂഹത്തിൽ ഒരു പുരുഷൻ എന്തെങ്കിലും അശ്ലീല ചൊവ്വയോടുകൂടി നോക്കുകയോ എന്തെങ്കിലും ഒരു വാക്ക് സംസാരിക്കുകയോ പോലും ചെയ്താൽ അതിന് നിയമപരമായിട്ട് നേരിടാം. ഇവളൊന്നും പ്രതികരിച്ചില്ല. പ്രതികരിക്കാൻ ഇന്ന് പല പെൺകുട്ടികളും മടിക്കുന്നു എന്നുള്ളത് വലിയൊരു വാസ്തവം. പ്രതികരിക്കാൻ മടിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാവോ? ചുറ്റുപാട് നിൽക്കുന്നവരെ ഭയന്നിട്ടാ. കാരണം മനുഷ്യർ എന്നെക്കുറിച്ച് എന്നാ വിചാരിക്കും, നാട്ടുകാരറിഞ്ഞാൽ നാളെ എൻ്റെ പേര് പോവുമോ, അത് പേടിച്ചിട്ടാണ് പല പിള്ളേരും ഇത് പ്രതികരിക്കാത്തത്. പക്ഷെ പിള്ളേർ പ്രതികരിച്ചാൽ മതി, ആരും ഒന്നും ചെയ്തില്ല. നമ്മൾ തിരിച്ച് പ്രതികരിക്കാൻ തയ്യാറായാൽ ആണുങ്ങളൊന്നും ഭയപ്പെടും. അതെ, തീർച്ചയായിട്ടും ഭയപ്പെടും. അത് പെൺകുട്ടികൾക്ക് ഇതിനുള്ള ക്ലാസ്സുകൾ കൊടുക്കണം നമ്മൾ. ഇപ്പോൾ ഈ സൗഹൃദ ക്ലബ് എന്നൊക്കെ പേരിൽ ഗവൺമെൻറ് തന്നെ ധാരാളം പരിപാടികൾ ഉണ്ടാക്കിയിട്ടുണ്ട് സ്കൂളുകളിൽ. 8th 9th 10th ഒക്കെ ക്ലാസ്സിലെ കുട്ടികൾക്ക്, പെൺകുട്ടികൾക്ക് അവരുടെ അമ്മമാർക്ക് അമ്മയെ അറിയാൻ ഇതിനെല്ലാം ക്ലാസ് എടുക്കുന്നയാളാണ് ഞാൻ. അപ്പോൾ ഇതെല്ലാം ഞാൻ അമ്മമാർക്കും കുട്ടികൾക്കും പറഞ്ഞു കൊടുക്കാറുണ്ട്, നമ്മൾ എന്തൊക്കെ സൂക്ഷിക്കണം. അപ്പോൾ അത് കുട്ടികളോട്, പാരൻസിനോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഒരു കുട്ടി പ്രായമായി കഴിഞ്ഞാൽ അവളെ സൂക്ഷിക്കേണ്ടത് അമ്മയുടെ കടമയാണ്. അത് അമ്മയുടെ കടമയാണ്. ഒരു ആൺകുട്ടിയെ സൂക്ഷിക്കേണ്ടതും പെൺകുട്ടിയെ സൂക്ഷിക്കേണ്ടതും അവരുടെ കടമ. അപ്പോൾ അവൾ അപരിചിതരുമായിട്ട് ആവശ്യമില്ലാത്ത ബന്ധം ഉണ്ടാക്കുന്നുണ്ടോ, അപരിചിതരെ കാണാൻ പോകുന്നുണ്ടോ, അല്ലെങ്കിൽ അവളുടെ മുഖത്ത് വരുന്ന വ്യത്യാസം, അതെ, അത് പ്രത്യേകിച്ച് അമ്മ ശരിക്കും മനസ്സിലാക്കണം. ഒരു കുട്ടിയുടെ മുഖത്ത് നോക്കുമ്പോൾ ഒരു അമ്മയ്ക്ക് അറിയാം അവൾക്ക് വരുന്ന വ്യത്യാസം. അപ്പോൾ ആ വ്യത്യാസം മനസ്സിലാക്കാനായിട്ട് അമ്മയ്ക്ക് സാധിക്കണം.
അപ്പം അങ്ങനെ ഒരു നല്ല അന്തരീക്ഷം ഉണ്ടാകണം. അപ്പം ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പിന്നെ അവൾ കരുതേണ്ടത് ഒരു എക്സ്പീരിയൻസ് ആക്കുക, ജീവിതത്തിൽ ഇങ്ങനെയുണ്ട്. അപ്പം അതിനെ ഒരു അക്കാഡമിക് ഇൻട്രസ്റ്റോടെ അവളങ്ങ് വിടട്ടെ, പഠിക്കട്ടെ, എന്നിട്ട് അവൾ കല്യാണം കഴിക്കട്ടെ, നന്നായിട്ട് ജീവിക്കാൻ പറ്റുമോ ഒക്കെ. നവീനോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ വിവാഹ ജീവിതത്തോട് ഇന്നത്തെ യുവാക്കൾ പൊതുവേ ഒരു വിരക്തി കാണിക്കുന്നുണ്ടോ? എങ്ങനെയാണ് മിനിസ്ട്രിയിൽ നിന്നുള്ള പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത്? ഇപ്പോൾ ഈ വിവാഹ ജീവിതത്തോട് താല്പര്യം കാണിക്കാത്ത ധാരാളം ജനങ്ങളെ ഈ കാലഘട്ടത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അവർക്ക് ഇങ്ങനെ ഒരു കുട്ടിയുടെ എക്സ്പീരിയൻസിൻ്റെ ബേസിലല്ലാതെ തന്നെ അവർക്ക് ലിവിങ് ടുഗദർ പോലെയുള്ള സംഭവങ്ങൾ മതി, അങ്ങനത്തെ ഒരു ചിന്താഗതി വളർന്നു വരുന്നുള്ളൊരു സത്യമാണ്. അത് ആൺകുട്ടികൾക്ക് മാത്രമല്ല പെൺകുട്ടികളും പറയുന്നുണ്ട്. അതെ, അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട് പലവിധ കാരണങ്ങളാണ്. ഉത്തരവാദിത്വങ്ങളെ ഏറ്റെടുക്കാൻ ഉള്ള ഒരു മനസ്സുകേടാണ്. കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ ഒത്തിരി തലവേദനകളുണ്ടല്ലോ. ഈ ഉത്തരവാദിത്വം ഒന്നും ഇല്ലല്ലോ, യാതൊരു ഉത്തരവാദിത്വം ഇല്ലാതെ ഫ്രീ ബേർഡ്സ് ആയിട്ട് ഇങ്ങനെ പറന്ന് നടക്കാൻ ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ടാണ് കല്യാണം കഴിക്കേണ്ടത്. കുട്ടികളാണല്ലോ ഇപ്പൊ പറയുന്നത്, വരുന്നത് എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ. അതെ, വന്നു കയറുന്നത് നന്നായില്ലെങ്കിൽ തിരിച്ചും ഏതൊരുത്തനാ കെട്ടുന്നതെന്ന് അറിയാൻ പറ്റില്ലല്ലോ. ആണിനും പെണ്ണിനും ഇത് ബാധകമാണ്, അല്ലാതെ ഒരാളുടെ മാത്രമല്ല, അത് രണ്ടുപേർക്കും അത് ബാധകമാണ്. മക്കളെ നന്നായി മാതാപിതാക്കൾ പരിശീലിപ്പിച്ചെടുക്കുക എന്നുള്ളതേ ഉള്ളൂ. അതിന് വേറെ പോംവഴിയൊന്നുമില്ല. മക്കൾ ചെറുതാകുമ്പോൾ തൊട്ടേ കുടുംബജീവിതത്തിന് അവരെ ഒരുക്കണം, വീട്ടിൽ ജോലി ചെയ്യാൻ പ്രാപ്തരാക്കണം. എന്താണ് ലൈംഗികത? അത് ദൈവത്തിൻ്റെ ദാനമാണ്. അതിനെ ഏറ്റവും വിശുദ്ധിയോടുകൂടി സൂക്ഷിക്കേണ്ടതാണ്. അതിന് രണ്ട് ഉദ്ദേശമുണ്ട് ലൈംഗികതയ്ക്ക്. ഒന്ന്, ദാമ്പത്യ സ്നേഹം പങ്കുവെക്കലാണ്. രണ്ട്, സന്താനങ്ങളുടെ ഉൽപ്പാദനമാണ്. അതിനുവേണ്ടി ദൈവം മനുഷ്യന് തന്നിരിക്കുന്ന ഏറ്റവും വലിയ ദാനമാണിത്. അല്ലാതെ അത് ചുമ്മാ ഉപയോഗിക്കാനുള്ളതല്ല. അതിൻ്റേതായ ഒരു ഉദ്ദേശമുണ്ടെന്ന് ചെറുപ്പം മുതലേ കുട്ടികളോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അവരെ ആ നല്ല ക്ലാസ്സുകളും നല്ല കൗൺസിലിംഗ് കോഴ്സുകളും ഒക്കെ കൂടിപ്പിച്ച് വളർത്തിക്കഴിഞ്ഞാൽ അവർക്ക് ഭയമൊന്നും ഉണ്ടാവില്ല. വിവാഹത്തെ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. വിവാഹം ഭയങ്കര രസമുള്ളൊരു കാര്യമാണെന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. ഈ പെൺകുട്ടിക്ക് എന്താണ് നവീൻ നമുക്കൊരു കൺക്ലൂഷൻ കൊടുക്കാവുന്നത്? എനിക്ക് തോന്നുന്നത് ദൈവത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, ദൈവത്തിൽ ആശ്രയിക്കാനും ദൈവത്തെ സ്നേഹിക്കാനൊക്കെ സാധിച്ചു കഴിഞ്ഞാൽ ഒരു വചനം പറയുന്നുണ്ട്, തന്നെ സ്നേഹിക്കുന്നവർക്ക് തൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലതും നന്മയ്ക്കാക്കി പരിണമിക്കാം. ഈശോയിലേക്കും തിരിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കർത്താവ് നൽകും. ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ്. ഇൻസ്റ്റൻ്റായിട്ടല്ലെങ്കിലും അവരെ ഈ ഒരു ഞാൻ പറഞ്ഞ പോലെ ഒരു അക്കാദമിക് സ്റ്റഡി പോലെ കൊച്ചിനെ അത് എടുക്കാനുള്ളൊരു ഗ്രേസ് കിട്ടും. കുറച്ച് കഴിയുമ്പോൾ മാറി നിന്ന് ആ പ്രശ്നത്തെ ഒന്ന് കാണാനും അങ്ങനെ അതിനെ അംഗീകരിക്കാനും അക്സെപ്റ്റ് ചെയ്യാനും ക്ഷമിക്കാനും ജീവിതം മുമ്പോട്ട് നല്ലൊരു ജീവിതമാണ് അതിന് വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ നയിക്കാനായിട്ടുള്ളൊരു കൃപ കിട്ടും ദൈവത്തിൽ ആശ്രയിച്ച് കഴിഞ്ഞാൽ. അതിന് ഉറപ്പായിട്ടും അങ്ങനെ സാധിക്കുമെന്നുള്ളത് ധാരാളം അനുഭവങ്ങളിലൂടെ കടന്നുപോയ ആളുകളുടെ ജീവിതം കണ്ടപ്പോൾ മനസ്സിലായിട്ടുള്ളൊരു കാര്യമാണ്. പ്രശ്നങ്ങളും ചിന്തകളും ഓർമ്മകളും ഒക്കെ കുറേശ്ശെ ഉണ്ടായാലും കുറച്ച് കാലങ്ങൾക്ക് ശേഷം കാലാന്തരത്തിൽ അതും മറവിയിലേക്കും അത് എനിക്കൊരു പ്രശ്നമല്ലാത്ത രീതിയിലേക്ക് അത് പരിണമിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നമുക്കിനി അടുത്ത കത്തിലേക്ക് പോകാം. എൻ്റെ ചേച്ചിക്ക് വേണ്ടിയാണ് ഈ കത്ത്. ചേച്ചിയുടെ വിവാഹം കഴിഞ്ഞിട്ട് 6 വർഷമായി. ഇതുവരെ കുട്ടികളില്ല. ഞാൻ വിവാഹിതയും ഒരു കുട്ടിയുടെ അമ്മയുമാണ്. എൻ്റെ മോളെ കാണാൻ മിക്ക ദിവസങ്ങളിലും ചേച്ചി വീട്ടിൽ വരും. കഴിഞ്ഞ ദിവസം വന്നപ്പോഴാണ് ചേച്ചി എന്നോട് ആ സത്യം തുറന്നു പറഞ്ഞത്. ഇത്രയും വർഷമായിട്ടും ചേച്ചിയും ഭർത്താവും തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ല. എനിക്ക് ആകെ സങ്കടമായി. ഉയർന്ന വിദ്യാഭ്യാസമുള്ളവരാണ് അവർ രണ്ടുപേരും, അറിവും വിവരവുമുള്ളവർ. ചേച്ചിക്ക് ഭർത്താവുമായി എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. അവർ തമ്മിൽ യാതൊരു പ്രശ്നവുമില്ലെന്നായിരുന്നു മറുപടി. എന്നാൽ കിടപ്പറയിലെത്തുമ്പോൾ രണ്ടുപേരും ഭാര്യ ഭർത്താക്കന്മാരല്ലാതാകുന്നു. ലൈംഗികത തെറ്റല്ലേ എന്നാണ് ചേച്ചി എന്നോട് ചോദിച്ചത്. ചേട്ടനും അങ്ങനെ ഒരു താല്പര്യമില്ല. പണ്ടും ചേച്ചി ഒരു പുസ്തക പുഴുവായിരുന്നു. വീടും പള്ളിയും സ്കൂളുമായിരുന്നു ചേച്ചിയുടെ ലോകം. ചേച്ചിക്കും ചേട്ടനും എന്തെങ്കിലും മാനസിക പ്രശ്നമാണോ? അതാണ് ചോദ്യം. മാനസിക പ്രശ്നമുണ്ട്. മാനസിക പ്രശ്നം എന്ന് പറഞ്ഞാൽ അവരെന്തിനാണ് കല്യാണം കഴിച്ചത്? അവിടെയാണ് ആദ്യത്തെ ചോദ്യം. ഇവർ കല്യാണം കഴിച്ച് ഇത്രയും നാളും ജീവിച്ച് 2 നല്ല പിള്ളേരാണ്, എഡ്യൂക്കേറ്റഡ് ആണ്, എല്ലാം ഉണ്ട്. പക്ഷെ അവരെന്തിനാണ് കല്യാണം കഴിച്ചത്? വിവാഹത്തിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ഭാര്യ ഭർത്താക്കന്മാരുടെ പ്രേമനിർഭരമായ ജീവിതം, ആ ജീവിതത്തിന്റെ ഫലമായി അവർക്ക് ജനിക്കുന്ന നല്ല മക്കളുടെ നല്ല വളർത്തൽ. അപ്പം ആ ലക്ഷ്യത്തിലേക്ക് അവർ പോകുന്നില്ല. അവർ തമ്മിൽ ഒരു ഭാഗം ശരിയാണ്, പ്രേമനിർഭരമായ ജീവിതം ഉണ്ടെന്ന് പറഞ്ഞു. രണ്ടാമത് അതിൻ്റെ ഫലമായിട്ട് വരേണ്ടതാണ്. അത് അവർക്കിടയിൽ ഉണ്ടാവുന്നില്ല. ഉണ്ടാവാത്തതിൻ്റെ കാരണം എന്തെന്ന് പഠിക്കേണ്ടിയിരിക്കുന്നു. ലെറ്ററിനകത്ത് മനസ്സിലാക്കുന്ന ഒരു കാര്യം, ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം ഇത് പാപമാണെന്ന് ധരിച്ചു വച്ചിരിക്കുന്നു. അത് ചെറുപ്പത്തിലെ എനിക്ക് തോന്നുന്നു ആവശ്യത്തിൽ കൂടുതൽ റെസ്ട്രിക്ഷൻസ് ഈ കൊച്ചിന് കൊടുത്തിട്ടുണ്ടാകും. ഇപ്പോൾ കാണാൻ മിടുക്കിയായിട്ടുള്ള പെൺപിള്ളേരോട് ആണുങ്ങളെ നോക്കരുത്, ആണുങ്ങളെ മിണ്ടരുത്, തൊടരുത്, പിടിക്കരുത്, ഇങ്ങനെ ഒത്തിരി നിർദ്ദേശങ്ങൾ കൊടുക്കുമല്ലോ. അങ്ങനെ നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞ് ജീവിതത്തിൽ ശരീരം എന്ന് പറയുന്നത് ആരും തൊടാതിരിക്കാൻ വേണ്ടി
ആ കുട്ടി സൂക്ഷിക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഹസ്ബൻഡിൻ്റെ അടുത്ത് ആ കുട്ടിക്ക് അങ്ങനെ ഒരു വേറൊരു ഇമോഷൻ ഉണ്ടാകുന്നില്ല, ഒരു പ്രണയം ഉണ്ടാകുന്നില്ല, ദാമ്പത്യ പ്രണയം എന്ന് പറഞ്ഞൊരു സൂത്രം, ആ ഒരു ഇഷ്ടം ഉണ്ടാകുന്നില്ല. അതതിൻ്റെ കാരണമാണ്. ഇപ്പോൾ അവനെ സംബന്ധിച്ചിടത്തോളം അവളെ റേപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ ബലാത്സംഗം ചെയ്യാൻ അവൻ ശ്രമിക്കുന്നില്ലായിരിക്കും. അവനും അങ്ങനെ ഒരു രണ്ടുപേർക്കും ഒരുപോലെ വന്നത് എന്തുകൊണ്ടാണെന്നറിയില്ല. ഇതിനകത്തുള്ള ഒരു കാര്യം, ഇതുപോലെ സമാന സ്വഭാവമുള്ള ധാരാളം വരാറുണ്ട്. കാരണം ആങ്ങളെ പോലെ കരുതുന്നു, പെങ്ങളെ പോലെ കരുതുന്നു ഭാര്യയെ, അല്ലെ അമ്മയുടെ ചിത്രം കാണുന്നു ഭാര്യയിൽ, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അതൊക്കെ മാനസിക വൈകല്യങ്ങളാണ്. അതിന് ട്രീറ്റ്മെൻ്റ് ഉണ്ട്. അതിന് കൂടിയ തോതിലാണെങ്കിൽ പിന്നെ നമുക്ക് നല്ലൊരു സെക്സോളജിസ്റ്റിൻ്റെ സഹായം തേടണം. സെക്സോളജിസ്റ്റുകൾക്ക് അതിന് മരുന്നുണ്ട്, സൈക്കോ തെറാപ്പികളുണ്ട്. അത് സാധാരണ ഒരു കൗൺസിലിംഗ് അല്ല അവർക്ക് വേണ്ടത്. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് പോയി അവർ ചിന്തിക്കണം. പക്ഷെ ഇത് ആരോടെങ്കിലും തുറന്നു പറയാതെ പറ്റില്ല. ഇപ്പോൾ ഇത്തരം ഒത്തിരി കേസുകളുണ്ട്. 8 മാസമായിട്ട് തൊടാത്തത്, 6 മാസമായിട്ട് തൊടാത്തത്, 5-8 വർഷങ്ങളായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത വളരെ വളരെ മോശമായ രീതിയിലുള്ള ജീവിതങ്ങളുള്ള ഭാര്യ ഭർത്താക്കന്മാരുണ്ട്. നമുക്ക് വിശ്വസിക്കാൻ പോലും പറ്റത്തില്ല ഇവരെ ഒരുമിച്ച് എങ്ങനെയാണ് ജീവിക്കുന്നത്. നവീൻ, അപ്പോൾ സാധാരണ പുരുഷന്മാർക്കും ഇങ്ങനെയുള്ളൊരു വിരക്തി ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാവാം? ഈ കുടുംബത്തിലേക്ക് ചെല്ലുമ്പോഴേക്കും ജോലിസ്ഥലം മാറ്റി വെക്കാതെ അല്ലെങ്കിൽ അതിൻ്റെ കരിയർ അംബീഷൻസ് മാറ്റി വെക്കാതെ ചെല്ലുന്ന ആളുകൾ ധാരാളം ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഞങ്ങളുടെ ഫാമിലി സെല്ലുകളിലൊക്കെ ഞങ്ങൾ കൂടുമ്പോഴത്തേക്കും ചില ഓപ്പൺ ഡിസ്കഷൻസ് ഞങ്ങൾ ഹസ്ബൻഡ്സ് സെപ്പറേറ്റ് ആയിട്ടും വൈഫ് സെപ്പറേറ്റ് ആയിട്ടൊക്കെ ഞങ്ങൾ നടത്താറുണ്ട്. ജീസസ് യൂത്തിനകത്ത് തന്നെ ചെയ്യാറുണ്ട്. അവിടെ കുറച്ച് ഓപ്പൺ ആയിട്ട് ഹസ്ബൻഡ്സ് ഷെയർ ചെയ്യും, വൈഫ് അവരുടെ പ്രശ്നങ്ങൾ ഷെയർ ചെയ്യും. അതിനകത്ത് കേട്ടിട്ടുള്ള ചില ചിന്തകൾ ഇതാണ്: അവർ വളരെയധികം ജോലിയെക്കുറിച്ച് കൺസേൺഡ് ആവും. കരിയർ എങ്ങനെയും ബിൽഡ് ചെയ്യണം, പ്രൊമോഷൻ കിട്ടണം, അതിന് എക്സ്ട്രാ വർക്കഹോളിക് ആവും. അപ്പോൾ സ്ട്രെസ്ഡ് ആവും നാച്ചുറലായിട്ട്. അപ്പോൾ എങ്ങനെയെങ്കിലും വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ വീട്ടിൽ തന്നെ വർക്കും കണ്ടിന്യൂ ചെയ്തിട്ട് എങ്ങനെയും കയറി കിടന്ന് ഉറങ്ങുക എന്നുള്ള രീതി അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്ന ധാരാളം ആളുകളുണ്ട്. വേറെ ഒന്നിനെക്കുറിച്ചും ഓറിയൻറ്റഡ് ആകാൻ ചിന്തിക്കാതെ അങ്ങനത്തെ ഒരു വിഭാഗം ആളുകളെയും കാണുന്നുണ്ട്. അതുപോലെ തന്നെ ചെറുപ്പത്തിലെ കിട്ടിയ ഫോർമേഷൻ്റെ എക്സ്പീരിയൻസസും ചില ആളുകളെങ്കിലും പറഞ്ഞു. ചെറുപ്പത്തിൽ തന്നെ ചിലർ പറയും, നീ അച്ഛനാവേണ്ട ആളാണ്, നീ കന്യാസ്ത്രീ ആവേണ്ട ആളുകളാണ്, നിന്റെ വിളി കല്യാണമല്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനത്തെ നേരിട്ട് എൻ്റെ ഒരു സുഹൃത്ത് തന്നെ അങ്ങനെ ഒരു അനുഭവമുണ്ട്. നിന്റെ വിളി ഇതല്ലായിരുന്നു, കല്യാണം കഴിഞ്ഞാൽ ഏതോ ഒരാൾ കൗൺസിലിങ്ങിന് വരെ പറഞ്ഞു. അതോടുകൂടി അവൻ്റെ ജീവിതം ശരിക്കും അങ്ങനത്തെ ചില തെറ്റായ ഓറിയൻറ്റേഷൻ ചെറുപ്പത്തിൽ കിട്ടി വന്ന ആളുകളും കല്യാണം കഴിഞ്ഞിട്ട് ഇങ്ങനെ വേണ്ടാന്ന് വെച്ചിട്ട് മാറി നിൽക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പം വളരെ കൃത്യമായ ഗൈഡൻസ് ചെറുപ്പത്തിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ, വളരെ കൃത്യമായിട്ടല്ലെങ്കിലും ഇങ്ങനെ തെറ്റായ ഗൈഡൻസ് കൊടുക്കാതിരുന്നാൽ തന്നെ നല്ല ഒരു രീതിയിൽ നാച്ചുറലായിട്ട് അവർക്കൊരു ഗ്രോത്ത് ഉണ്ടാകും. ഇത് ഇവർക്ക് കുറച്ചുകൂടെ ഒരു ബോധ്യം ഉണ്ടാകും. സഭയുടെ പഠനങ്ങളെക്കുറിച്ച് കുറച്ചുകൂടെ മനസ്സിലാക്കി കഴിഞ്ഞാൽ, പ്രാർത്ഥനയുള്ള ആളുകളാണെങ്കിൽ സെയിൻറ്റ് ജോൺ പോൾ സെക്കൻഡിൻ്റെ തിയോളജി ഓഫ് ബോഡിയൊക്കെ വളരെ മനോഹരമായിട്ട് ഇത് കൈകാര്യം ചെയ്യുന്നുണ്ട്. സെക്ഷുവാലിറ്റിയെക്കുറിച്ചും അതിൻ്റെ നന്മയെക്കുറിച്ചും ആനന്ദത്തെക്കുറിച്ചും സ്വർഗരാജ്യത്തിൻ്റെ മുന്നാസ്വാദനമാണെന്ന് വളരെ പോസിറ്റീവായിട്ട് പറഞ്ഞു വെക്കുന്ന ധാരാളം സഭാ പഠനങ്ങൾ തന്നെ നൽകിയിട്ടുണ്ട്. അത് സ്വീകരിക്കാവുന്നതാണ് അവർക്ക്. അതിനകത്ത് ഞാൻ ഒരു മനഃശാസ്ത്രപരമായൊരു സമീപനം ആഡ് ചെയ്യുകയാണ്. അമിതമായ മദ്യപാനിയുടെ മക്കളിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം. അമിതമായ മദ്യപാനികളിൽ ഇങ്ങനെയുള്ള പ്രശ്നം ഉണ്ടാകാം. പ്രീ മാരിറ്റൽ സെക്സ് ആസ്വദിച്ചിട്ടുള്ളവർക്ക് വിവാഹ ജീവിതത്തിൽ ഇങ്ങനെയുള്ള വിരക്തി ഉണ്ടാവാം. പിന്നെ വിവാഹത്തിന് പുറമേയുള്ള ബന്ധങ്ങൾ, എന്തെങ്കിലും സൗഹൃദങ്ങൾ കീപ്പ് ചെയ്യുന്നവർക്ക് ജീവിത പങ്കാളിയോട് വിരക്തി ഉണ്ടാവാം. അതൊക്കെ സൈക്കോളജിക്കലി വരാനുള്ള കാരണങ്ങളാണ്. പിന്നെ ഉള്ളത് ആണും പെണ്ണും തമ്മിലുണ്ടാകുന്ന ഒരു ഹോർമോണൽ, അവർ തമ്മിലുണ്ടാകുന്ന ഒരു എന്താ പറയുക, ഒരു അട്രാക്ഷനുണ്ട്. അത് ഹോർമോൺസിൻ്റെ അട്രാക്ഷനാണ്, ഒരു കെമിസ്ട്രിയാണ്. അത് ഹസ്ബൻഡ് വൈഫിൻ്റെ രണ്ടുപേരുടെയും ആ ഒരു കെമിക്കൽ ബോഡി കെമിക്കൽസ് ഉണ്ട്. അത് തമ്മിലൊന്ന് അട്രാക്റ്റ് ചെയ്യണം. അട്രാക്റ്റ് ചെയ്യുമ്പോഴാണ് ഇപ്പം ലൈംഗിക ബന്ധം എന്ന് പറയുന്നത് ഇപ്പോൾ നേരെ ലൈംഗിക ബന്ധത്തിലേക്ക് പോകുന്ന ഒരു ഇതല്ലല്ലോ. അതിനു മുമ്പൊരു ലവ് പ്ലേ ഉണ്ടല്ലോ, ഒരു ഇഷ്ടം തോന്നണം. ആ ഇഷ്ടത്തിൽ നിന്ന് നമുക്ക് വരുന്ന ചില മൂവ്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് ശരിക്കും ഇവർക്ക് ഉണ്ടാവുന്നില്ല. ആ ലവ് പ്ലേ രണ്ടുപേരും ആ കാര്യത്തിൽ മുൻകൈ എടുക്കുന്നില്ല. അല്ല, മുൻകൈ എടുക്കുന്ന ഉണ്ടായിട്ട് വേണ്ടേ മുൻകൈ എടുക്കാൻ? തോന്നുന്നില്ല, മനസ്സിൽ ഒരാളോട് തോന്നുന്നില്ല. അതപ്പോൾ അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞത്, ഏതെങ്കിലും തരത്തിലുള്ള ചൈൽഡ്ഹുഡിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടോ എന്ന് പഠിക്കണം. അതാണ്. പിന്നെ മക്കൾ വേണ്ട എന്ന് ചിലപ്പോൾ ഇവർ വല്ല തീരുമാനം എടുത്തിട്ടുണ്ടോ എന്നുള്ളത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. മക്കൾ വേണ്ട എന്ന് തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ചിലർ ഇങ്ങനെയാണ്, അങ്ങനെയുണ്ട്. പിന്നെ പഠിക്കാനോ ജോലി കിട്ടാനോ ഒക്കെ വേണ്ടി ചിലർ കുറേ ടൈം ഇങ്ങനെ നീട്ടിവെക്കും. അത് കഴിഞ്ഞ് മതി, അതുവരെ നിൽക്കട്ടെ. അങ്ങനെ ഉണ്ടാകാം. പല തരത്തിലുള്ള കാരണങ്ങളുണ്ടാവാം.
അപ്പോൾ ഇതെല്ലാം ഓരോരോ കാരണങ്ങളാണ് ലൈംഗികപരമായ വിരക്തിയുടെ കാരണം. ചെറുപ്പത്തിൽ ഈ നിലച്ചിത്രങ്ങളൊക്കെ ഒത്തിരി കണ്ട് ഈ മസ്റ്റർബേഷനൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരിൽ ഭാര്യയോട് ഒരു താല്പര്യം തോന്നത്തില്ല. അപ്പം ഇവർ ഭാര്യയോട് താല്പര്യം ഇല്ലെങ്കിൽ അതിനുള്ള റീസൺ എന്താണെന്ന് കണ്ടുപിടിക്കുക. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു നല്ല സെക്സോളജിസ്റ്റിനെ സമീപിക്കുക. കൊച്ചിലെ മുതൽ അവർക്ക് കിട്ടിയിരിക്കുന്ന സെക്സ് പാപമാണെന്നോ അല്ലെ അത് പാടില്ലെന്നോ വല്ലതും കിട്ടിയിട്ടുണ്ടോ അത് നമുക്കറിയില്ല. അല്ലെ മോശമായ അനുഭവങ്ങളുണ്ടോ അതും അറിയില്ല. അപ്പം അതുകൊണ്ട് എന്തായാലും ഇവരെ രണ്ടുപേരെയും എത്രയും പെട്ടെന്ന് ഒന്നുകിൽ ഒരു നല്ല കൗൺസിലിംഗ് അല്ലെങ്കിൽ ഒരു സെക്സോളജിസ്റ്റിൻ്റെ അടുത്ത് സഹോദരി തന്നെ ഇതിൽ മുൻകൈ എടുക്കുക. തീർച്ചയായിട്ടും ആ അനിയത്തിക്ക് സഹായിക്കാനാവും. കാരണം അവർക്ക് കൊച്ചിനെ ഇഷ്ടം, അതുകൊണ്ടാണല്ലോ അനിയത്തിയുടെ കൊച്ചിനെ കാണാൻ വരുന്നത്. അങ്ങനെ അനിയത്തിയുടെ കൊച്ചിനെ കാണാൻ വരുന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും ഒരു ആഗ്രഹം കിടപ്പുണ്ട്. അപ്പോൾ അത് നമുക്കൊരു ഡോക്ടറുടെ സ്ത്രീയുടെ ഉള്ളിലും ഉണ്ടല്ലോ, അത് മാറ്റിയെടുക്കാവുന്ന കാര്യമുള്ളൂ. അതായത് വലിയൊരു സീരിയസ് പ്രശ്നമൊന്നും അല്ല, മാറ്റിയെടുക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. മനുഷ്യന് ദൈവം നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ ദാനമാണ് ലൈംഗികത. അതൊരിക്കലും പാപമല്ല. നല്ലൊരു കുടുംബജീവിതം നയിക്കുന്നതിൽ ലൈംഗികതയ്ക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതും ഞങ്ങളെ എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: ദ പ്രൊഡ്യൂസർ, യൂത്ത് ഗൈഡ്, ഷാലോം TV, പെരുവണ്ണാമൂഴി PO, കാലിക്കറ്റ്. വീണ്ടും കാണും വരേക്കും നന്ദി, നമസ്കാരം.